ഇപ്പൊ നമ്മുടെ പച്ചക്കറികളിലൊക്കെ കായകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മുടെ 2.5 മാസം എക്സാക്ട്ലി ആയിരിക്കുകയാണ്. നമ്മൾ എല്ലാ ദിവസവും അതിന് പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചെയ്ത് കൊടുക്കാറില്ല. ആയപ്പൊടി വെള്ളം ഒഴിച്ചു കൊടുക്കും, ചിലപ്പോൾ ഒക്കെ ചാണപ്പൊടി കലക്കി ഒഴിക്കാറുണ്ട്, അത്രമാത്രം നമ്മൾ ചെയ്യാറുള്ളൂ. ഓൾമോസ്റ്റ് തക്കാളിയാണ് ഓൾമോസ്റ്റ് സക്സസ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. എല്ലാ തക്കാളിയും നിറച്ച് തക്കാളികൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇനിയും ഇഷ്ടംപോലെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 3 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് ഇത്രത്തോളം എന്താ പറയുക കായകളുണ്ടായത് വളരെ സക്സസ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. പ്രത്യേകിച്ച് നമ്മൾ ഇതിന് പ്രത്യേകിച്ച് കീടനാശിനികളൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ തക്കാളിയും നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. എല്ലാം താങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട്, എല്ലാം വീണിട്ടുണ്ടായിരുന്നു നല്ല മഴ പെയ്ത സമയത്ത്. നമുക്ക് തക്കാളിയാണ് കൂടുതൽ ഉണ്ടായിട്ടുള്ളത്, എന്നാലും കുറേയധികം വഴുതന ഉണ്ടായിട്ടുണ്ട് കേട്ടോ. വഴുതന ഉണ്ടോ, നല്ല വലിയ വഴുതന ഉണ്ടായിട്ടുണ്ട്. പിന്നെ മത്തങ്ങര ഇനി പടർന്ന് പോയിട്ടുണ്ട്. കായ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കിയിട്ടില്ല. എല്ലാവരും നിറച്ച് പൂക്കളാണ് ഇട്ടിട്ടുള്ളത്. എന്തായാലും ഉണ്ടായിട്ടുള്ള നമുക്ക് വേണമെങ്കിൽ വെണ്ടക്കായ വെട്ടിയെടുക്കാം. അപ്പോൾ അതിന് നമ്മൾ ഫസ്റ്റ് എല്ലാ ദിവസവും ഈവനിങ് ആകുമ്പോൾ നമ്മൾ വെള്ളം ഇതിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കും. നമ്മൾ പറഞ്ഞേണ്ട കാര്യങ്ങളല്ല, എന്നാലും പറഞ്ഞു മാത്രം. ഒന്നും അങ്ങനെ ഉണങ്ങി പോയിട്ടില്ല കേട്ടോ, അതാണ് ഇതിൻ്റെ മെയിൻ കാര്യം. കുമ്പളത്തോളം സക്സസ് ആയില്ല, അത്രത്തോളം സക്സസ് ആയി വന്നില്ല. നല്ല വലിപ്പമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഇതിന് പൂവിട്ടിട്ടുണ്ട്, ബട്ട് ഉണ്ടാവുമോയെന്ന് അറിയില്ല. പിന്നെ തക്കാളി ഇത് മുറിക്കാറായിട്ടില്ല എന്ന് തോന്നുന്നു. ആയിട്ടില്ലല്ലോ. എല്ലാമേ ഒന്നല്ല, ഇതിനൊക്കെ പൂക്കളും. ഇനി തക്കാളികളൊക്കെ ആവട്ടെ. മത്തങ്ങ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ഗായ്സ്, മത്തങ്ങ റെഡി. അപ്പോൾ ഈ പൂവിൻ്റെ അടിഭാഗത്താണ് മത്തങ്ങ വരുന്നതെന്നുള്ളൊരു പുതിയൊരു കണ്ടുപിടുത്തം നടത്തി കഴിഞ്ഞിരിക്കുന്നു. അമ്മ ഇവിടെ മത്തങ്ങ ഉണ്ടായിട്ടാ. നന്നായി പിടിക്കത്, നന്നായി പിടിക്കടാ. അയ്യോ, അവിടെ തക്കാളി വീണെടുക്കടി. അതല്ലേ പറഞ്ഞത്. ഒടിഞ്ഞതിനവിടുന്ന് ബട്ട് എന്നാലും ഞാൻ കെട്ടിക്കൊടുക്കാം, ചിലപ്പോൾ ഉണ്ടായാലോ. ഇതാണ് അതിൻ്റെ പ്രശ്നം. ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം വന്ന് നോക്കുമ്പോൾ ചിലത് വീട് കിടക്കണം. ഈ തക്കാളി ചെടിയുടെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ തക്കാളിയുടെ തണ്ടിന് ഇതിൻ്റെ കായകൾ വളരെയധികം ഉണ്ടാകുമ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യാൻ അല്ലെങ്കിൽ ബലമില്ല അതിനെ പിടിച്ചേക്കാളും. അപ്പോൾ അത് ഒടിഞ്ഞു വീഴും. ഞാനിപ്പോൾ ഇത് കെട്ടിയിട്ട് ഇവിടെ കെട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ മേലെ നിന്ന് ഒടിഞ്ഞു വീഴും നിലത്തേക്ക്. നിറച്ച് കായകൾ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ അത് ഉണങ്ങി പോകുന്നൊന്നും അറിയില്ല. മേ ബി ഗോഡ് ഗ്രേസ്. ഇത് കാണുമ്പോൾ ഇതിന് എത്ര ലാഭം ഉണ്ടായി എന്നുള്ളതിലല്ല ഇതിലെ സന്തോഷം. അപ്പോൾ എനിക്കിത് വെച്ചിട്ട് സമയനഷ്ടമൊക്കെയാണ് നോക്കുകയാണെങ്കിൽ. വന്നൊഴിക്കണം, വെള്ളം ഒഴിക്കണം. ഒരു തക്കാളിക്ക് 1 കിലോന് 32 രൂപയുള്ളൂ.
ബട്ട് ഇതൊക്കെ പൂത്തുക്കണ കാണുമ്പോൾ ഒരു സന്തോഷം. നമ്മൾ ചെയ്തിട്ടാണല്ലോ ഇത് ഉണ്ടായിന്ന് ആലോചിക്കുമ്പോൾ അത് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ തന്നെയാണ് അതിൻ്റെ ഒരു ഫീല് മനസ്സിലാവുള്ളൂ. ചിലപ്പോൾ ഇതിൻ്റെ മൊത്തം എല്ലാ തക്കാളിയും കൂടി നമ്മൾ വേണമെങ്കിൽ പൊട്ടിച്ച് തൂക്കം നോക്കുകയാണെങ്കിൽ 1 കിലോ ഉണ്ടായിരുന്നു വരാം, ചിലപ്പോൾ 1.5 കിലോ ഉണ്ടായിരുന്നു വരാം. ആ 1.5 കിലോന് ചിലപ്പോൾ 50 രൂപ വില വരുന്നുള്ളൂ. ഞാനിതിന് വേണ്ടി മിനിമം ഒരു 500 രൂപയെങ്കിലും ചിലവാക്കിയിട്ടുണ്ട്. അപ്പോൾ സോ അതിന് ബട്ട് ഇത് കാണുമ്പോണ്ടല്ലോ വന്നിട്ട് നമ്മളുണ്ടാക്കിയതാണെന്നൊരു 4 പേരെ കാണിച്ചു കൊടുക്കാനുള്ള സന്തോഷം ഇറ്റ്സ് വാക്കുകളിൽ അതീതമാണ് ഇതൊക്കെ. അപ്പോൾ നിങ്ങളും വീട്ടിൽ അടുക്കള കൃഷിയിൽ ഇതൊക്കെ ചെയ്യാൻ ട്രൈ ചെയ്യുക. ഇത് ഉണ്ടായി നിൽക്കണ കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം നിങ്ങൾക്ക് വേറെ എന്ത് ചെയ്താലും കിട്ടാത്തൊരു സന്തോഷമായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതോടൊരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.